നമസ്കാരം പ്രിയമുള്ളവരെ, ഒരു ഹൈപ്പോത്തിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ ജനിക്കാനാണ് ഇഷ്ടം? കേരളത്തിലാണോ, ഇന്ത്യയിലാണോ, അതിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്താണോ? ഇങ്ങനെ ചോദിക്കേണ്ട അവസ്ഥയിലാണ് കേരളത്തിൻ്റെ ഇന്നത്തെ പോക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കാര്യങ്ങളും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സാധാരണക്കാരനായ ജനത്തിന് എന്തു സംഭവിച്ചാലും ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത ഈ നാട്ടിൽ ഇന്ന് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. കഴുത്തിൽ ഒരു ബാൻഡേജൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കോളറൊക്കെ വെച്ചിട്ടുണ്ട്, കയ്യിലെന്തോ മുറിവുണ്ട്, ഇതൊക്കെയാണ് പറഞ്ഞത്. ഞാനതിൻ്റെ ആ വീഡിയോ അത് സംപ്രേഷണം ചെയ്ത എല്ലാ ചാനലുകളിലെയും വീഡിയോകൾ നിരന്തരം നോക്കിക്കണ്ടു. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏകദേശം 10-35ഓളം പോലീസുകാരുള്ള സ്ഥലത്ത് ഒരു 4ഓളം ഏതോ പാർട്ടിക്കാർ, കോൺഗ്രസോ BJP എനിക്കറിയില്ല, KSU ആണോ DYFI അല്ലല്ലോ, എന്തായാലും മറ്റേ ഇവരാണോ BJPക്കാരാണോ എന്നൊന്നും അറിയില്ല, KSUക്കാരാണെന്നാണ് മന്ത്രി പറഞ്ഞത്. അവരുടെ അടുത്തേക്ക് മന്ത്രി ആക്രോശിച്ചുകൊണ്ട് ചെല്ലുന്നു. അവർ കരിങ്കൊടിയും കൊണ്ട് ചെല്ലുമ്പോൾ ആക്രോശിച്ചുകൊണ്ട് ചെല്ലുന്നു. എന്താടാ എന്നാ വാ എന്ന രീതിയിൽ സംസാരിക്കുന്നു. അതിനുശേഷം മന്ത്രിയുടെ അടുത്തു നിന്നും പോലീസുകാർ മന്ത്രിയെ പിടിച്ചു മാറ്റുന്നു. കുറച്ച് കഴിയുമ്പോൾ മന്ത്രി ഇങ്ങനെ കഴുത്തിന് കൈവെക്കുന്നു. പിന്നെ മൊബൈൽ എടുത്ത് വെച്ച് ആരോടോ CM-നോട് സംസാരിക്കുന്നു. CM ആണെന്ന് തോന്നുന്നു, ആരോട് സംസാരിക്കുന്നു. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മാറിമറിയുന്നു. മന്ത്രിയെ നേരെ ICUവിലേക്ക് കൊണ്ടുവന്നു. മന്ത്രി ജില്ലാ ഹോസ്പിറ്റൽ ICUവിൽ കിടക്കുന്നു. കേരളം മൊത്തം ആക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. മന്ത്രി ഗോബായ്ക്ക് എന്നാണ് അവർ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. മന്ത്രിയുടെ അത് കഴിഞ്ഞപ്പോൾ അവരുടെ ലിസ്റ്റിൽ കുറേ കാര്യങ്ങൾ വരുന്നു. അപ്പോൾ സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ FB വരുന്നു. അയാൾ അതിൻ്റെ വീഡിയോ എടുത്ത് അയാളുടെ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട്. കയ്യിലെ മുറിവ് നേരത്തെ ഉണ്ടായിരുന്നതാണെന്ന് തെളിയിക്കാൻ വേണ്ടി, കയ്യിലെന്തോ ഒരു പാടുണ്ട്, ആ പാട് നേരത്തെ ഉള്ളതാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് മന്ത്രി പങ്കെടുത്ത ചടങ്ങിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അത് റൗണ്ട് ചെയ്ത് ഇട്ടിരിക്കുന്നു. എന്ന് വേണ്ട സർവത്ര ആഘോഷവും ആക്രോശവും. ആഘോഷം എന്ന് പറയുന്നത് വീട് കിട്ടിയൊരു അവസരം ഉപയോഗിക്കുന്നതിൻ്റെ പുറത്ത്. സ്വാഭാവികമായിട്ടും ഭരണകക്ഷിയിൽപ്പെട്ട ഒരു പ്രതിപക്ഷത്തിന് പണി കൊടുക്കാൻ വേണ്ടി ഭരണകക്ഷം വളരെയേറെ നഗ്നമായി നിൽക്കുന്ന സമയത്ത്, തൊലിയുരിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, തുണിയല്ല തൊലി ഉരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന അവസരം അവർ വിനിയോഗിക്കും. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ, നിങ്ങളും ഞാനും സാധാരണക്കാരാണ്, മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ടവരായിരിക്കാം നമ്മൾ ഏറെ കൂടുതൽ ആൾക്കാരും. വയറ്റിൽ കത്രികയും കൊണ്ട് 5 വർഷം ജീവിച്ച ഒരു സ്ത്രീ ഇപ്പോഴും ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു 2.5 വയസ്സുള്ള കുഞ്ഞ് ആശുപത്രിക്കാർ അനാസ്ഥ മൂലം കുത്തിവെച്ച സമയത്ത് തന്നെ മരിച്ചു. മറ്റ് ഒരു സ്ത്രീയുടെ കുഞ്ഞ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുത്തു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ നിൽക്കുമ്പോൾ അതിനെതിരെ ഒന്നും സമരം ചെയ്യുവാൻ ഒരു യുവജന വിഭാഗത്തെ കാണാതിരിക്കുമ്പോഴാണ് ഒരിടത്ത് മന്ത്രിക്കെതിരെ കരിങ്കൊടി ഉയർന്നു, മറ്റൊരിടത്ത് മന്ത്രിക്ക് അപകടം സംഭവിച്ചു, മന്ത്രിയുടെ ജീവൻ അപകടത്തിൽ എന്ന രീതിയിൽ മറ്റൊരു വാർത്ത വരുന്നു. കുറേ പക്വതയോടുകൂടി ഇത്രയും സാക്ഷര കേരളത്തിൽ, ഞാൻ ഇതിനകത്ത് വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഈ സാക്ഷര കേരളത്തിൽ കുറേ പക്വതയോടുകൂടി 100 കണക്കിന് ക്യാമറകളുടെ മുമ്പിൽ, CCTVയുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ കൊള്ളാവോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ഞാൻ ആരുടെയും വക്കാലത്തെടുത്തിട്ട് പറഞ്ഞാൽ ആരുടെയും PR വർക്കോ അല്ല ചെയ്തത്, ഞാൻ കണ്ട കാര്യം അതേ രീതിയിൽ പറയുന്നുള്ളൂ. അപ്പോൾ VD സതീശൻ്റെ മറുപടി പറയുന്നു. VD സതീശൻ പറയുന്നു അവിടെ 30ഓളം പോലീസുകാരുണ്ടായിരുന്നു, 5 KSUക്കാരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് VD സതീശൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് ഇതേ സാഹചര്യത്തിൽ കണ്ണൂരിൽ വെച്ച് അവിടുത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നെഞ്ചിലേക്ക് കല്ലെടുത്തെറിഞ്ഞു കാറിൽ പോകുന്ന സമയത്ത്. അദ്ദേഹത്തിന് മുറിവുണ്ടായിരുന്നു, അദ്ദേഹം ഹോസ്പിറ്റലായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അയാൾക്കെതിരെ കേസെടുക്കണമെന്ന് പറയുകയും അതിനുശേഷം ആ ചെറുപ്പക്കാരൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെ ചെന്ന് കാണുകയും, എനിക്ക് തോന്നുന്നു ആ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെ കെട്ടിവെക്കാനുള്ള പൈസ ആ വീട്ടുകാരാ നൽകിയെന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണോ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, ശരിയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. ഈ സാഹചര്യത്തിൽ സമരങ്ങൾ സാധാരണയാണ്. ആ സമയത്ത് ആക്രോശിച്ചുകൊണ്ട് അങ്ങോട്ട് ഇല്ലയാണോ വേണ്ടത്? മാത്രമല്ല വളരെ പക്വതയോട് പെരുമാറുന്നവരാണ് സ്ത്രീകൾ എന്നാണ് പൊതുസമൂഹത്തിൻ്റെ മൊത്തം വിശ്വാസം. ഒരു പ്രശ്നത്തെ എങ്ങനെ ഒഴിവാക്കാം എന്നാണ് വിചാരിക്കേണ്ടത്. കിട്ടിയ അവസരം വിനിയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നുള്ളത് എല്ലാ കക്ഷികളുടെയും ഒരു തരത്തിലുള്ള അവരുടെ ആവശ്യവും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിൽ വെച്ച് കേരളത്തിലെ ആംബുലൻസുകാരെല്ലാം ഓരോ രോഗിയും കൊണ്ടുപോകുമ്പോൾ 10,000 രൂപ ആശുപത്രിക്കാരെന്ന് കമ്മീഷൻ മേടിക്കുന്നത് മന്ത്രി പറഞ്ഞു. ശരിയായിരിക്കാം, മന്ത്രിക്ക് അങ്ങോട്ട് അറിവ് കിട്ടിയിട്ട് മന്ത്രി എന്തുകൊണ്ട് അവരുടെ പേരിൽ ക്രിമിനൽ കേസ് എടുത്തു കൊടുത്തില്ല എന്ന് പത്രക്കാരെല്ലാം ചോദിച്ചു. ആ ചോദ്യം മന്ത്രിക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മന്ത്രിക്ക് ഇങ്ങനെ അവസരം വീണ് കിട്ടിയത്. മാത്രമല്ല അത്രമാത്രം പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട അവരുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രശ്നങ്ങളിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് വീണ് കിട്ടിയ അവസരത്തെ രാഷ്ട്രീയമായി വിനിയോഗിച്ചു എന്ന് മാത്രമാണ്. പക്ഷേ ആ പിടിക്കപ്പെട്ട 3-4 KSUവിൻ്റെ ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ ആണെങ്കിൽ ചെറുപ്പക്കാരെ പോലീസുകാർ ഈ രാത്രിയിൽ എന്തൊക്കെ ചെയ്യും,
അവരുടെ അവസ്ഥ എന്താണ്, ജീവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം അതാണ് ഞാൻ ഓർക്കുന്നത്. നമുക്കൊരാളിനെ തല്ലിക്കൊല്ലാൻ പറയാം, നമ്മുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരാളിനെ തല്ലിക്കൊല്ലാം, പക്ഷേ ഇതൊരു രക്ഷാപ്രവർത്തനമാണെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പണ്ട് രക്ഷാപ്രവർത്തനം നടത്തി ചെടിച്ചട്ടി കൊണ്ട് തലയ്ക്കടിക്കുന്നതും അദ്ദേഹത്തിന്റെ ഗൺമാൻ ഇറങ്ങി വന്ന് തലയ്ക്ക് ലാത്തിയല്ല മുളങ്കമ്പ് വെച്ച് അടിക്കുന്നതും, അദ്ദേഹത്തിന് ഇപ്പോൾ പ്രൊമോഷൻ കൊടുത്ത് പത്തനംതിട്ട ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിംഗ് എന്നാണ് മനസ്സിലാക്കുക. എയർ ക്യാമ്പിലാണെന്ന് തോന്നുന്നു, ജില്ലാ ഓഫീസിലാണ് പോസ്റ്റിംഗ് എന്ന് തോന്നുന്നു. അവിടുന്ന് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി നടത്തിയാണ്. ഈ മന്ത്രിയോടൊപ്പം ഒരു ഗൺമാൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ കണ്ട പല ചാനലുകളുടെയും ലൈവായി കണ്ടിട്ട് ഒരിടത്ത് പോലും ഈ ചെറുപ്പക്കാർ മന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്ന പോലുമില്ല. 10-30 അടിക്ക് അകലെ നിന്നവർ അവരെ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് മന്ത്രി മറുപടി പറയണം. അതുപോലെ തന്നെയാണ് മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഈ ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. ദൈവം പിന്നെ ആണെങ്കിൽ ഇപ്പം അപ്പം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് കാണുമ്പോൾ ചിരിക്കുന്ന ചിലരുണ്ടാവും, സന്തോഷിക്കുന്നവർ ചെറുതായിട്ടെങ്കിലും. കാരണം ഈ മന്ത്രി ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ പലരും ചേർത്ത് പിടിക്കാതെ വയറ്റിൽ കത്രികയുമായി നടന്നവർ, മന്ത്രിയുടെ മുമ്പിൽ പോയി സമരം ചെയ്തവർ, അങ്ങനെ ധാരാളം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും വേദനയോടെ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരുപക്ഷെ ഈ കർമ്മം കാണുമ്പോൾ അവരോട് ഇവർ ചെയ്ത പരിപാടി എന്താണെന്ന് ബോധ്യം വരും. എന്തായാലും ഈ നാട്ടിൽ ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായി വന്നിരിക്കുന്നു ജനങ്ങൾക്ക് എന്നുള്ളതാണ് സത്യം. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന വൃത്തികെട്ട സംസ്കാരവും രാഷ്ട്രീയവുമാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. നിങ്ങൾക്ക് പല രാഷ്ട്രീയമുണ്ടാകാം, ഞാൻ രാഷ്ട്രീയമല്ല പറഞ്ഞത്. അത് ഈ മന്ത്രിയായാലും വേറൊരു മന്ത്രിയാണെങ്കിലും ഇത് തന്നെ ഞാൻ പറയും. അതിന് കോൺഗ്രസിൻ്റെ മന്ത്രി വന്നാലും BJPയുടെ മന്ത്രി വന്നാലും തെറ്റാണെന്ന് പറയുവാനും അതിനെ വിമർശിക്കാനുള്ള അവസരം ജനാധിപത്യത്തിൽ ഓരോ ജനങ്ങൾക്കും ഉണ്ടായിരിക്കണം. അതുപോലെ മന്ത്രിക്ക് എന്തൊക്കെ പ്രിവിലേജ് കിട്ടുന്നുണ്ടോ ആ പ്രിവിലേജ് ഇവിടുത്തെ ജനങ്ങൾക്കും ആവശ്യമാണ്. കാരണം പലയിടത്തും മന്ത്രിയും MLA വരുമ്പോൾ ജനങ്ങൾ ചാടി എഴുന്നേൽക്കും. നമ്മുടെ ജനപ്രതിനിധിയാണവർ. അവരെ കാണുമ്പോൾ നമ്മളല്ല എഴുന്നേൽക്കേണ്ടത്, നമ്മളെ കാണുമ്പോൾ അവരാണ് എഴുന്നേൽക്കേണ്ടതെന്ന ബോധം ഉണ്ടാകാത്തിടത്തോളം കാലം ഇതൊക്കെ അനുഭവിച്ചേ വരൂ. അത്രമാത്രം മലീമസമാണ് രാഷ്ട്രീയക്കാരൻ്റെ മനസ്സ്. അതാണ് സത്യം. അവിടെ അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, അനിയൻ, മക്കൾ ഇങ്ങനെയുള്ള ഒരു ബന്ധങ്ങൾക്കും വിലയില്ലാത്ത അവരുടെ മക്കളോട് കാണാം, മറ്റുള്ളവരുടെ മക്കളോട് യാതൊരു വിധേയത്വവും സ്നേഹവും ബഹുമാനവും ഒന്നുമില്ലാത്ത ഒരു തരം വൃത്തികെട്ട രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ രാക്ഷസനിൽ നിന്ന് ചുരകളിൽ നിന്ന് പീറയിൽ നിറ, മായത്തിൽ നിന്ന് രാഷ്ട്രീയം.